പൊയ്യാറമഠത്തിൽ എന്നെ കാണാനായിട്ട് ഭയങ്കര ഫിനാൻഷ്യലി, പൊളിറ്റിക്കലി, സാമൂഹികപരമായിട്ടും സാമ്പത്തികമായിട്ടും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അവരെന്നെ മീറ്റ് ചെയ്യാനായിട്ട് വന്നു. എന്നിട്ട് എന്നെ കണ്ടു. അപ്പോൾ എന്നോട് കുറച്ച് നേരം ഇന്ന് സംസാരിച്ചു. അപ്പോൾ അവരുടെ പ്രത്യേകിച്ച് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും നോക്കിയില്ല. ജസ്റ്റ് അവരെന്നോട് സംസാരിച്ചു. ഞാൻ അവരുടെ ഫേസ് റീഡ് ചെയ്തു. അതുപോലെ തന്നെ അവരുടെ ആ വ്യക്തിയുടെ കൈകൾ തൊട്ട് ഒന്ന് കുറച്ച് നേരം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ ഒന്ന് ചിന്തിക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് അവർ ചിന്തിക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് ഇന്നൊരു സമയത്തിനുള്ളിൽ നിങ്ങൾക്കതിൻ്റെ അനുഭവം ഉണ്ടാവും. എന്നോട് നിങ്ങൾ അതിനെക്കുറിച്ച് പറയണ്ട. നിങ്ങൾക്കത് അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ സ്വാമീനെ കാണാനായിട്ട് വരാനോ പറഞ്ഞിട്ട് ഒരു എക്സാക്റ്റ് ഒരു ഡേറ്റ് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ അവരുടെ എല്ലാ ദോഷ ദുരിതങ്ങളും മാറാൻ വേണ്ടിയിട്ട് നാളികേരത്തിൽ തലയ്ക്ക് ചുറ്റും ഒഴിഞ്ഞ് നമ്മൾ ഗുരുതിയിൽ വെക്കുന്ന പിന്നെ വേറെ കുറച്ച് പ്രോസസ്സുകളുണ്ട്. അപ്പം അതിൻ്റെ കാര്യം അവർ ചെയ്തിട്ടാണ് പോയത്. അപ്പം അന്ന് നമ്മൾ ഈവനിങ് അതിൻ്റെ പൂജകളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അത് അനുകൂലമാണെന്ന് കണ്ടു. പിന്നെ ഞാൻ ദോഷമായാലും അനുകൂലമായാലും പിന്നെ വിളിച്ച് അവരോട് സംസാരിക്കാറില്ല. ഇന്ന് ചിങ്ങ 1 അവർ എന്നെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ എന്നോട് കണ്ടിട്ട് ആദ്യം പറഞ്ഞ കാര്യം, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും നോക്കിയില്ല, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു, അതെന്തുകൊണ്ടാണ് എന്നോട് ചോദിക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞ കാര്യം, എന്നോട് നിങ്ങളെ കാണുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും സ്വാമി നമുക്ക് പലതരത്തിലുള്ള തോന്നലുകൾ, ഒരു ഇൻഡ്യൂഷൻ നമുക്കുണ്ടാവും. എന്താണ് ഇവരുടെ ലൈഫിൽ ഫ്യൂച്ചർ പ്രഡിക്ഷൻ എന്നൊക്കെ പറയാം. നമ്മളിപ്പോൾ ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പം ആ പ്രഡിക്ഷൻ സ്വാമി പറയുന്ന അല്ലെങ്കിൽ നമ്മളോട് തോന്നിപ്പിക്കുന്ന നമ്മുടെ ചുവട്ടിൽ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓപ്പണായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കത് ഒളിപ്പിച്ചേക്കേണ്ട കാര്യം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാവാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്താവാം. പക്ഷെ ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായപ്പോൾ നിങ്ങൾ എന്നെ കാണാനായിട്ട് വന്നു. നിങ്ങൾ കുറച്ചും കൂടി സീരിയസ് ആയി. ഇത് തന്നെയാണ് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ വർഷങ്ങളായിട്ട് എന്നെ കാണാൻ ആൾക്കാർ വരും. അവരോട് ഞാൻ കാര്യങ്ങൾ പറയും. പക്ഷെ അവർ ചിലപ്പോൾ അത് സ്വീകരിക്കും, ചിലപ്പോൾ അവരെന്താണ് അതിനെ തമാശയായിട്ട് കാണും. പക്ഷെ അവരുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ ആ കാര്യം നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അവരിൽ സംഭവിച്ചിട്ടുണ്ടാവും. പിന്നീട് അവർ ആ ഒരു പെർട്ടിക്കുലർ രീതിയിൽ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ടാണ് പോകണമെന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ട് സ്വാമി ഗൈഡ് ചെയ്തിട്ട് അവർക്ക് സക്സസ് ഉണ്ടാവും ചെയ്യും.